നിങ്ങൾ ഒരു നല്ല ബിസിനസ്മാനാണോ? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങളുടെ സമയത്തെ വിറ്റ് കാശാക്കുന്നു. എന്നാൽ ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്താണ്? ഇത് ഡെയിലി വൺ സ്റ്റെപ്പ്. കിരീടം നഷ്ടപ്പെട്ട രാജാവിന്റെ വേദനയും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ വേദനയും സമമാണോ? എന്നാൽ ആണ്. ആരുടെ വിഷമവും ചെറുതായി കാണരുത്. എല്ലാവരുടെയും വേദനയും വേദനയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ, ചെയർമാൻ, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ, ഫിലിം പ്രൊഡ്യൂസർ, INTL സ്പോർട്സ് സ്പോൺസർ, മറ്റനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്ന ഡോക്ടർ റോയ് CJ ഇൻകം ടാക്സ് റെയ്ഡിനിടെ സ്വയം വെടിവെച്ചു മരിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിന് വിള്ളൽ വന്നത്. കോൺഫിഡൻസ് എന്നത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, അല്ലാതെ പ്രതിസന്ധികൾ വരുമ്പോൾ തകരുന്നതിലല്ല. അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് പിന്നിൽ മറ്റു പല കൈകളും ഉണ്ടാകാം. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോണില്ല. രണ്ട് വഴികൾക്കിടയിൽ ഒരു വഴി തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ വന്നെന്ന് വിചാരിക്കുക. അതായത് ജീവിതമോ മരണമോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ. എപ്പോഴും ഒരു വഴി സുരക്ഷിതവും മാറി നിന്ന് നോക്കിക്കാണാൻ കഴിയുന്നതുമാണ്. എന്നാൽ മറ്റേത് എപ്പോഴും പ്രതിസന്ധികളും ഒറ്റപ്പെടലും പേടിപ്പെടുത്തലുകളും നിറഞ്ഞതുമാണ്. ഈ ഒരു അവസ്ഥയിൽ നാം എപ്പോഴും കളത്തിലിറങ്ങി കളിക്കേണ്ട പാത വേണം തിരഞ്ഞെടുക്കാൻ. അവിടെയാണ് ഉയർച്ചയുണ്ടാകൂ, അല്ലാതെ മരണത്തെ വരിക്കലിലല്ല. മാറി നിന്ന് വിമർശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ കളത്തിലിറങ്ങി പോരാടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ബലവും ഉയർച്ചയും ഉണ്ടാവുന്നത്. പേടിയും ഒറ്റപ്പെടലുമാണ് നിങ്ങളുടെ വളർച്ചയുടെ വില. ജീവിത കളിക്കളത്തിൽ പോരാടുന്ന മറ്റുള്ളവരുടെ അനുഭവ പാഠങ്ങളാണ് നിങ്ങൾക്ക് യഥാർത്ഥ വഴികാട്ടി. നിങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങളെ കളത്തിലിറക്കാൻ തക്കതാവണം, മറിച്ച് പിന്തിരിഞ്ഞോടലാവരുത്. പാതി വഴിയിൽ എല്ലാം ഉപേക്ഷിച്ച് ജീവിതവും ജീവനും അവസാനിക്കാൻ തുനിയരുത്. ലോകം വിചിത്രമാണ്. നിങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്നതിലും വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ ചുമക്കുന്നത് എന്ന് കണ്ടാൽ നടക്കില്ലെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും. കഠിനം എന്നത് പ്രവൃത്തിയിലല്ല, മറിച്ച് നമ്മുടെ മൈൻഡ് സെറ്റിലാണ് ഉള്ളത്. കടലാസ് തോണിക്ക് മഴ ഒരു ശാപമാണ്. എന്നാൽ മണ്ണിൽ നട്ട ഒരു വിത്തിന് അത് അതേ മഴ തന്നെയാണ് വരം. നമ്മൾ കടലാസ് തോണിയാവണോ അതോ വളർന്നു വരുന്ന ഒരു വിത്താവണോ എന്നത് നമ്മുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഇപ്പോ നദിക്ക് കടലിലെത്താനുള്ള വഴി അറിയില്ല. അത് ചെയ്യുന്ന ഒറ്റ കാര്യം നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വഴികൾ താനെ കാണാനും പറ്റും. തെറ്റുകൾ സംഭവിക്കുന്നത് അബദ്ധമല്ല, അത് പരിശ്രമത്തിന്റെ അടയാളമാണ്. പരിശ്രമിച്ച് തോൽക്കുക എന്നത് ഒരു മുറിവ് വന്ന് ഉണങ്ങുന്നത് പോലെ മാത്രമാണ്. മറിച്ച് പരിശ്രമിക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ആരോ ഒരാൾ ഓടുന്നതിനിടയിൽ തടഞ്ഞു വീണെന്ന് കരുതി ഓടുന്ന റോഡോ അയാൾ അണിഞ്ഞ ഷൂസോ ശരിയല്ല എന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നോക്കി നിന്ന് അഭിപ്രായം പറയുന്നവരുടെ വാക്കുകൾ ഒരിക്കലും കേൾക്കരുത്. കളത്തിൽ ഇറങ്ങാത്തവന്റെ ഉപദേശം ഒരിക്കലും കളിക്കളത്തിൽ ഇറങ്ങിയവന് ഉപകരിക്കില്ല. ബിസിനസ് രംഗത്ത് ഇത്രയും അറിവും ജ്ഞാനവും ഉള്ളൊരു വ്യക്തി പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ സ്വന്തം ജീവൻ സ്വയം നഷ്ടപ്പെടുത്തിയത് ഇപ്പോഴും നമുക്കെല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ ആദ്യം നമ്മൾ ക്ഷമ കൈക്കൊള്ളുക. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത് ഡെയിലി വൺ സ്റ്റെപ്പ്. ചെറിയ ചുവടുകളിൽ വലിയ വിജയം.